കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് പകൽക്കാലവും ദിവസത്തിലായിരിക്കുവാൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തനായ ദൈവത്തെ പാട്ടുകളെ പാടി ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയം പകർന്ന ദിവസത്തിലായിരിക്കാൻ ദൈവം നൽകി കൃപയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരസ്ഥമായ യോഗങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി നടക്കാൻ കർത്താവ് സഹായിച്ചു. ഏറ്റവും നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. തുടർന്നും ആരാധന മനോഭാവത്തോടുകൂടെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും നമുക്ക് ദിവസത്തിലായിരിക്കും. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 48. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവീൻ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിക്കണം. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എല്ലാ മതക്കാരും വായിക്കുകയും പഠിക്കുകയും അതുപ്രകാരം ജീവിക്കാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യരെങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് പഴയ നിയമത്തിൻ്റെ വേർഷനിലല്ല, പുതിയ നിയമത്തിൻ്റെ വേർഷനിലെ വളരെ ശക്തമായ ഒരു ദൂത് തന്നെ ഗിരിപ്രഭാഷണ ശിഷ്യന്മാരോട് 5, 6, 7 ഈ അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രസക്തമായൊരു ഭാഗമാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകണം. നമ്മുടെ ദൈവം സൽഗുണങ്ങളുള്ള ആളായതുകൊണ്ട് അവൻ്റെ മക്കളായ നമ്മളും സൽഗുണങ്ങളുള്ളവരായിരിക്കണം. നല്ല ഗുണങ്ങൾ കാഴ്ചവെക്കണം. നല്ല ഗുണങ്ങൾ ഓട്ടോമാറ്റിക്കായി വരത്തില്ല. അങ്ങനെ നല്ല ഗുണങ്ങൾ കാഴ്ചവെക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലേ വരത്തുള്ളൂ. എപ്പോഴും സാധാരണ നമ്മളെ നല്ല ഗുണങ്ങളിലേക്കല്ല നയിക്കുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സാണ് വരുന്നത്, നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്. എപ്പോഴും നമ്മളെ തെറ്റിക്കാനും പാപച്ചുള്ള ചിന്തകളെ വരത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കെതിരെ വാഹനം വരുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കൊണ്ട് അതിനെ ഒഴിഞ്ഞു മാറുന്നത് പോലെ നമ്മൾ സ്റ്റിയറിംഗ് നേരെ കൊണ്ടുപോയി നമ്മൾ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ വണ്ടികൾ നേരിട്ടിടിക്കും. ചില പറയത്തില്ല, ഞാൻ തൊട്ടില്ല രക്ഷപ്പെട്ടു, ഇടിക്കേണ്ടതായിരുന്നു, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറില്ലേ? കാരണം അത് സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നല്ല ഗുണങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായി ജീവിച്ചേ ഒക്കത്തുള്ളൂ. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്കും നല്ല ഗുണങ്ങളുണ്ടാകണം, സൽഗുണങ്ങളുണ്ടാകണം. സൽഗുണങ്ങളില്ലാതെ ഞാൻ എത്ര പ്രസംഗിച്ചാലും, എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും, എത്ര വലിയ വണ്ടിയെ യാത്ര ചെയ്താലും എനിക്ക് നല്ല ഗുണങ്ങളില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. മനുഷ്യരാരും വില വെക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ബന്ധുക്കോസില്ല, വിശ്വാസത്തില്ല ഒക്കെ ആണെങ്കിലും നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട കാര്യം, കർത്താവെ നല്ല ഗുണങ്ങൾ കാഴ്ചവെക്കാൻ എന്നെ സഹായിക്കണമേ, സൽഗുണങ്ങളുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പരിശുദ്ധന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന 6-ാം അധ്യായത്തിലെ ആ സൽഗുണങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി സ്തോത്രം പറയാനുള്ളത് വിടുതലിൻ്റെ ഒരു പ്രസംഗമല്ല. നമ്മളെ തന്നെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നത്. 6-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കണ്ടേ? മനുഷ്യർ കാണേണ്ടതിന് എല്ലാവരും നോക്കി വായിക്കണേ. ഇവിടെ ബോർഡിൽ മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരും നോക്കണം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല.
നിങ്ങളുടെ കർത്താവ് പറയാൻ നിങ്ങളുടെ നീതി മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പി. അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കം നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പം മനുഷ്യർ കാണത്തക്കവണ്ണം ചിലതെല്ലാം ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടാകും. ഞാൻ ചെയ്യുന്ന 10 പേർ അറിയണം, എന്നെ 10 പേര് ബഹുമാനിക്കണം, ഞാൻ ചെയ്യുന്നത് അറിയാതെ പോകരുത് എന്നൊരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഇല്ലെന്ന് പറയുന്നവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതു കാര്യം ചെയ്താലും മനുഷ്യരാലുള്ള മാനം നമുക്ക് കിട്ടാനല്ല ആഗ്രഹിക്കേണ്ടത്, ദൈവത്താലുള്ള മാനം കിട്ടാൻ ആഗ്രഹിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ, പ്രതിഫലമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അളവുകോലിനെ അനുസരിച്ച് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം ചെയ്താലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ മാന്യതയോടെ നിൽക്കാനും ദൈവം പ്രസാദിക്കുന്ന നിലയിലായി തീരാനും നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെക്കണം. നമ്മൾ നേരെ തിരിച്ച ദൈവത്തിന് കിട്ടുന്ന പിന്നല്ലേ. ഇപ്പോഴും മനുഷ്യരെ കാണുമ്പോൾ ഒരു മാന്യത കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിന് കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതിന് താഴെ പറയുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ ഹൃദയത്തോടെ ഈ ദിവസം സംസാരിച്ചൊരു കാര്യമായതുകൊണ്ട് വളരെ ശാന്തമായി പറയുകയാണ്. അടുത്ത 2ാമത്തെ വാക്യം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ കർത്താവ് പറയുന്ന 1ാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. 1ാമത്തെ കാര്യം ആദ്യം പറഞ്ഞ മറന്നു പോകരുത്. മനുഷ്യർക്ക് വിളങ്ങാനല്ല നമ്മൾ ചെയ്യേണ്ടത്, ദൈവത്തിന് വിളങ്ങാനാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഏത് കാര്യം ചെയ്താലും മനുഷ്യർക്ക് വിളങ്ങാനല്ല, ദൈവത്തിന് വിളങ്ങാനാണ്. അപ്പം ദൈവം അതിൽ വിളങ്ങുന്നുണ്ടോ എന്ന്, ദൈവം അതിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കയീനും ഹാബേലും ഒരുപോലെ യാഗം കഴിക്കാൻ പോയി. 2 പേരെ യാഗത്തിന് പ്രസാദിച്ച് 2 പേരെ യാഗം ഒരുമിച്ച് പോയെങ്കിലും ഒരാളുടെ യാഗത്തിന് ദൈവം എന്ത് ചെയ്തുള്ളൂ? പ്രസാദിച്ചുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും പ്രസാദിച്ചെന്ന്, പക്ഷെ പ്രസാദിച്ചിട്ടില്ല. അപ്പം ഇവിടുന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം, ഇന്നത്തെ എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ദൈവം പ്രസാദിച്ചിട്ടില്ലെങ്കിൽ എത്ര കൈ അടിച്ചാലും എത്ര സ്തോത്രം പറഞ്ഞാലും അതിനൊരു വിലയില്ല. ദൈവം പ്രസാദിക്കുന്നൊരു ആരാധന നടത്താൻ എന്നെ സഹായിക്കണമേ എന്ന് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം പ്രസാദിക്കുന്നൊരു യാഗം കഴിക്കാൻ എന്നെ സഹായിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ 1ാമത് പറയുന്നു, നമ്മൾ കൊടുക്കുന്ന ധർമ്മം രഹസ്യത്തിലായിരിക്കണം. ഇതിന് താഴോട്ട് രഹസ്യത്തിൽ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് പറയാൻ പോകും, ശ്രദ്ധിച്ചോടണം. 1ാമത്, നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഉറക്കെ പറ, ശക്തിയോടെന്ന് പറഞ്ഞേ. അയ്യോ എൻ്റെ പൊന്നു പാസ്റ്റർ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കൊടുക്കുന്ന 10 പേരെ അറിയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്കെല്ലാം എനിക്കുമുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്താൽ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നതും, പിന്നെ പാസ്റ്റർ നന്നായിരുന്നു പറയുന്നതും, 10 പേര് അറിയുന്നതും എല്ലാ മനുഷ്യർക്കുമുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷെ ദൈവം പറയുകയാണ്, നീ അങ്ങനെ ചെയ്താലും ഞാൻ പ്രസാദിക്കത്തില്ല. നീ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ പ്രസാദിക്കത്തില്ല.
നമ്മളെ ഈ ബൈബിളിലെ നമുക്കിഷ്ടമുള്ള വാക്യമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിപ്പിൻ കിട്ടും, അന്വേഷിപ്പും കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും, ദൈവത്തെ സ്നേഹിക്കുന്നതൊക്കെ നിന്നെ വിളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യഹോവയുടെ ഇടയിലാന്ന് എനിക്ക് മുട്ടുണ്ടാകും. അയ്യോ പ്രൈസ് ദി ലോർഡ്, ഈ ഇതെല്ലാം എന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതായിരുന്നു. ഇന്ന് പാസ്റ്റർ സംഘത്തിൽ ഇന്ന് 121 സംഘത്തിൽ 1-ാം വാക്യം വായിച്ചത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തി എൻ്റെ സഹായം എവിടുന്ന്, എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി യഹോവയിൽ വരുന്നു, ഇതിൻ്റെ കാലം എടുത്ത് വന്ന് അവൻ സമ്മതിക്കൽ ഇസ്രായേൽ പരികൾ മാങ്ങിയാലോ എന്നോ വാക്യമായി ഇന്ന് എന്നോട് തന്നെ സംസാരിച്ചു. കാരണം ഈ ആഴ്ച ബൈബിൾ തുറന്നിട്ടേ ഇല്ല. ഈ ആഴ്ച ആദ്യം കേൾക്കുന്ന വാക്യമാണ്. അതെല്ലാം അങ്ങ് സന്തോഷിപ്പിക്കുക. ഭയങ്കര ഉഷാർ. അയ്യോ എന്നെ അങ്ങ് ഇന്ന് ആരാധനയ്ക്ക് വന്നില്ലായിരുന്നു, ഒരു വലിയ നഷ്ടമായി പോയി, എൻ്റെ ദൈവമേ ഇന്ന് വന്ന നന്നായി പോയി, എന്നോട് തന്നെ കണ്ടോ അടുക്കിന് എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഏറ്റെടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിന്റെ ആരാധനയെ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലേ നടക്കത്തുള്ളൂ. കർത്താവ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിനക്കിഷ്ടമില്ലാത്ത വാക്യം തട്ടിക്കളഞ്ഞിട്ട് നിനക്കിഷ്ടമുള്ള വാക്യം മൊത്തം തപ്പിപ്പെറുക്കി അതിൻ്റെ പുറകെ നടന്നാൽ ഒരു നന്മ കിട്ടത്തില്ല. നന്മ വേണോ? കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കണം, കർത്താവ് പറയുന്ന പോലെ കേൾക്കണം. എന്നാലേ നമുക്ക് യഥാർത്ഥമായ ക്രിയേറ്റീവായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നന്മ കിട്ടത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളും വീതികളും കടുഭക്തികൾ ചെയ്യുന്ന പോലെ നിന്റെ കാഹളം മുതിക്കല്ലേ. അന്നത്തെ കാലത്ത് ഭിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റോഡിൻ്റെ സൈഡിൽ പോയി നിൽക്കും, പൈസയുമായിട്ടും അവരുടെ നന്മകളുമായിട്ട്. അപ്പോൾ ആവശ്യക്കാരെ ധർമ്മം മേടിക്കേണ്ട ആളുകൾ വരുമ്പോൾ അവർ പറയും, നീ ഒരു പാട്ട് പാടിക്കേ. അപ്പോൾ പാട്ട് പാടും. കുഴൽ ഊതുന്നവരാണെങ്കിൽ പറയും, നീ ഒരു ശരിക്കൊരു കുഴലെ ഊതിക്ക്. അപ്പോൾ പാട്ട് പാടുകയും കുഴലൂതിയൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരെല്ലാം എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അപ്പോൾ കുഴലൂത്തിങ്ങനെ മൂത്ത് നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കാണിക്കാൻ പോക്കറ്റിൽ നിന്ന് 25 രൂപ എടുത്തോട്ട് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിച്ചു? എല്ലാവരും കാണിക്കെ ഇവ കൊടുക്കുന്ന എല്ലാവരും എന്ത് ചെയ്തു? കണ്ടു. അപ്പം ഞാൻ കൊടുക്കുന്നവനാണെന്ന് എല്ലാവരും എന്ത് ചെയ്തു? പറ, അറിയുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. ക്രിസ്മസുകാർ വിട്ടു വരുമ്പോൾ പാട്ട് പാടി കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന പോലെ. അപ്പോൾ അത് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം പാട്ട് പാടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടണ്ട, ഞാൻ പൈസ ഇല്ല കൊണ്ടുപോകും. ഇന്ന് വരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ആ പാട്ട് കേട്ട് ശ്രദ്ധിച്ച് സുഖിച്ച് അയൽവക്കത്തുകാരോട് അറിഞ്ഞ് എല്ലാവരും കാക്ക പൈസ കൊടുക്കുക. ഇവിടെ കർത്താവ് പറയുകയാണ്, ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയില്ല. മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരാരാ? പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് വചനം ചിന്തിക്കുക, പ്രസംഗമല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരാരാ? കപടഭക്തിക്കാരാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയോ ഇങ്ങനെ ചെയ്യുന്ന മെന്റാലിറ്റി മനസ്സിലുണ്ടെങ്കിലോ നമ്മൾ ആരാണ്? ഉറക്കെ പറഞ്ഞ് കപടഭക്തിക്കാരാണ്. അറിയത്തില്ല, മനസ്സിലുള്ളവർക്ക് അവരവർക്കറിയാം ഞാൻ കപടഭക്തിക്കാരാണോ അല്ലയോ. കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യല്ലേ? ഉറക്കെ പറ, എന്ത് ചെയ്യല്ലേ? കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യങ്ങൾ പറയുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? ഉടനെ പ്രതിഫലം കിട്ടിയോ? ഇത് നെഗറ്റീവായി പറഞ്ഞിരിക്കുന്ന ഒരു 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 അനോട്ടേഷനാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി വടക്കൊണ്ടാക്കി വെച്ച് വന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ വിളിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ മോനോട് വന്ന് കയറിയപ്പം പറയാടാ, ഇന്ന് അപ്പൻ വരുമ്പോൾ നിനക്ക് സമ്മാനം കിട്ടും. അപ്പം വരുമ്പോൾ നിനക്ക് സമ്മാനം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ ഒരു പാൻറ്റും ഷർട്ടും മേടിച്ച് കൊടുക്കുന്നതാണോ? എൻ്റെ മോൻ കോളേജിൽ പോയി വൃത്തിയാടി കാണിച്ചു വെച്ച് വന്നു, അവനൊരു സമ്മാനം എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ അർത്ഥം. സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അടി കിട്ടുമെന്ന അർത്ഥം അല്ലേ? നിനക്ക് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അടി കിട്ടുമെന്നാണ്. അതേ ലെവലിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഒരു കാര്യം ഓർത്തോളം, ഒന്നിൽ ഇവിടെ പ്രതിഫലം കിട്ടും, അല്ലെ അവിടെ പ്രതിഫലം കിട്ടും. എവിടെ കിട്ടണമെന്നുള്ളത് ദൈവം പറയുക. ഇവിടെ കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി. കാഹളം ഊതിക്കണം, നാട്ടുകാരെ കാണിക്കാൻ കൊടുക്കണം, പിന്നെ നീ തന്നെ താനോട് ഷൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് മനസ്സിലാക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്തു? കിട്ടിപ്പോയി. കാരണം പറഞ്ഞാൽ നീ ഇവിടെ ചെയ്തതിന് ഒരു
ശതമാനം പ്രതിഫലം പോലും അവിടെ കിട്ടത്തില്ല. മനസ്സിലായോ? അവിടെ കിട്ടത്തില്ല. എത്ര ആയിരം കൊടുത്താലും, എത്ര ലക്ഷം കൊടുത്താലും അവിടെ പ്രതിഫലമില്ല. ഇവിടെ യേശു പറയുകയാണ്, ഇവിടെ പ്രതിഫലം കിട്ടിപ്പോയി. ഇവിടെ മനുഷ്യരാലുള്ള മാന്യതയ്ക്ക് നീ സ്ഥാനം നൽകി കൊടുത്താൽ നിനക്കുള്ള പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, നിന്റെ അക്കൗണ്ടിൽ വന്നു. ഇനി അവിടെ നീ അതിനു വേണ്ടി എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട. ഇവിടെ കിട്ടിയ മാന്യത എന്തുവാ? ഇവിടെ കിട്ടിയ മാന്യത മനുഷ്യരുടെ മാന്യതയാണ്. മനുഷ്യൻ നിന്നെ മാനിക്കുന്ന മാന്യത ഇപ്പോൾ മാനിച്ചാൽ അടുത്ത നിമിഷം അവർ തിരിച്ചു പറയും. അതാ മനുഷ്യന്റെ പ്രശ്നം. നീ 500 രൂപ കൊടുത്തപ്പോൾ താങ്ക് യു പറഞ്ഞവൻ നീ അടുത്ത പ്രാവശ്യം 1000 ചോദിക്കാൻ വരുമ്പോൾ നീ കൊടുത്തില്ലെങ്കിൽ ചീത്ത വിളിച്ചിട്ട് പോകും. 500 കൊടുത്തതിന് മാന്യത അവിടെ പോയി. അപ്പോൾ മനുഷ്യരാലുള്ള മാന്യതയേക്കാൾ ദൈവത്താലുള്ള മാന്യത നമ്മൾ ഏറ്റവും പ്രധാനമായി കാണണം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ, നിന്നോട് അറിയാം ആരാ നീയോ? അവരുടെ പേരെന്ന് പറഞ്ഞ്, രാജുവോ, സാറാമ്മയോ, ചാക്കോച്ചനോ, കൊച്ചുമോനോ, തങ്കച്ചനോ? ഞാൻ 3-4 പേര് പറഞ്ഞതേ ഉള്ളൂ, എന്നെ പടങ്ങല്ലേ. നീയോ? അവരുടെ പേര് എടുത്ത് പറഞ്ഞേ. എല്ലാവരും അവരുടെ പേരെന്ന് പറഞ്ഞേ. അവരുടെ പേരെന്ന് പിയെ പറഞ്ഞാൽ മതി. പറഞ്ഞേ, പേര് മറന്നോ എന്ന് പറഞ്ഞേ. പേരെന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് വേണം ഈ വാക്യം വായിക്കാം. നീയോ എന്ന് പറഞ്ഞാൽ പേര് വിളിച്ചെടുത്തിട്ട് നീയോ. അടുത്ത ഭിക്ഷ കൊടുക്കുമ്പോൾ, നീ 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 ആരാ? ശോശാമ്മ, മറിയാമ്മ, ചാക്കോച്ചൻ, ജോൺസൺ. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന്, രഹസ്യത്തിലായിരിക്കേണ്ടതിന് അടുത്ത് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. ഇടങ്കൈ എന്റെ ദൈവം നടക്കുന്ന കാര്യമാണ്. 2 കൈ കൊണ്ടല്ലേ നോട്ടെണ്ണുന്നത്? 2 കൈ കൊണ്ടല്ലേ നോട്ടെണ്ണുന്നത്? കർത്താവ് പറയുക, നീ വലങ്കൈ കൊണ്ട് ചെയ്യുന്ന ആരറിയല്ലേ? ഇടങ്കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ഒറ്റ കൈയോട് കുത്തി വാരി കൊടുത്തോളൂ എന്നർത്ഥം. എണ്ണുക പോലും ചെയ്യുന്നതിൻ്റെ അർത്ഥം. എണ്ണിയാൽ ആരറിയും? എൻ്റെ പൊന്നു എന്ന് പറ, ഇടങ്കൈ അറിയും. അപ്പൊ നീ കൊടുക്കുന്ന എത്ര ആണെന്ന് ആരറിയല്ലേ? ഇടങ്കൈ അല്ല. ഇവിടെ 1000 പേരെ അറിയിക്കാൻ നമ്മൾ കൊടുക്കത്തില്ലല്ലോ. ഇവിടെ കർത്താവ് പറയുകയാണ്, നീയെ വലങ്കൈയ്യന് കൊടുക്കുന്നത് ആരറിയല്ലേ? ഇടങ്കൈ അറിയരുത്. അടുത്ത വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നീ ചെയ്താൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉറക്കെ സ്തോത്രം പറഞ്ഞേ. എന്തോ വാക്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഒന്നുമില്ലാത്തതിലോട്ടൊക്കെ മാറിപ്പോയി. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ആരാണ്ടൊക്കെ കാണിക്കാനും ആരാണ്ടൊക്കെ മാന്യത കിട്ടാനും പൈസയുടെ മുമ്പിൽ വിളങ്ങാനും ഒക്കെ അല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ പലതും ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം വേണോ? സ്വർഗത്തിൽ പ്രതിഫലം വേണോ? അങ്കിളെ, ആൻറ്റി, സ്വർഗത്തിൽ പ്രതിഫലം വേണോ? ഇവിടുത്തെ മനുഷ്യന്റെ മാന്യതയല്ല വലുത്, ദൈവത്തിന്റെ മാന്യതയാണ് ഏറ്റവും വലുത്. കൈ അടിച്ചുറക്കൊരു സ്തോത്രം പറ. പഴയ നിയമത്തിൽ ഇതിന് തെളിവുള്ളൊരു ഭാഗമുണ്ട്. അഗസ്ത്യസ് രാജാവിനെ കൊല്ലാനായിട്ട് ചിലർ കൂടി വട്ടം കൂടി തീരുമാനമെടുത്ത വിവരം മൊർദെഖായി എസ്തേരിനോട് പറഞ്ഞു. എസ്തേർ രാജാവിനെ അറിയിച്ചു. രാജാവ് മരണത്തെ രക്ഷപ്പെട്ടു. ഒരു ചെവി അറിഞ്ഞില്ല. മൊർദെഖായി എസ്തേർ മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. മൊർദെഖായി പറഞ്ഞു നടന്നില്ല. ഞാനാ കേട്ടോ. ഞാനല്ലായിരുന്നെങ്കിൽ രാജാവിൻ്റെ അഡ്രസ്സ് കാണത്തില്ലായിരുന്നു. ഞാനല്ലേ അടിച്ച് മിന്നിയത്. ഇവിടെ ഞാൻ രഹസ്യമായിട്ട് സ്പൈ വർക്ക് നടത്തിയല്ലേ ന്യൂസ് അറിഞ്ഞത്. ഉടൻ തന്നെ ഞാൻ മൊബൈൽ ഫോണിൽ എസ്തേറിനെ അറിയിച്ചില്ലേ? ഉടനെ തന്നെ എസ്തേർ രാജാവിനെ അറിയിച്ചില്ലേ?
രാജാവിനെ അറിയിച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ നടന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ ചിലരെ ഭർത്താവ് ഞാനുള്ളതുകൊണ്ടല്ലേ ഞാൻ വീട്ടിലെ കാര്യമല്ല നടക്കുന്നത്. അല്ലേ അച്ഛൻ എന്നോ ചെയ്തേന്, അച്ഛൻ എന്നാ കഴിച്ചേന്, അതുകൊണ്ട് അച്ഛൻ ഞാനില്ലാതെ നീ എന്നെ തിന്നേന്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നോണ്ടല്ലേ ഇന്നിനിപ്പോൾ അങ്ങനെ പറയാം. ഇപ്പം രണ്ടുപേരും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാനൊക്കാത്ത കാലം എങ്കിലും അടിച്ചു വിടും. ഞാനുള്ളതുകൊണ്ടാ. ഞാൻ രാവിലെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റുകൊണ്ടല്ലേ, ഞാൻ തുണി തേച്ച് തന്നുകൊണ്ടല്ലേ, ഞാൻ കാറ് തുടച്ച് തന്നുകൊണ്ടല്ലേ, എല്ലാം ഞാനും എൻ്റെ പരിപാടിയും. മേല പറഞ്ഞു പോയേക്കല്ലേ, നീ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദൈവം ഒരുക്കും. ആത്മീയ കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റണ്ട് പഠിച്ചേക്കരുത്. കർത്താവെ അത് ചെയ്യാൻ എനിക്ക് തന്ന പ്രാപ്തിക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മാത്രം കേട്ടോ. അമ്മേ, നമ്മളില്ലെങ്കിലൊന്നും നടക്കത്തില്ലെന്നും ആരും ചിന്തിക്കല്ലേ. ഈ രഹസ്യ കാര്യം രഹസ്യമായി മൊർദെഖായി എസ്തേറിനെ അറിയിച്ചു. എസ്തേർ രാജാവിനെ അറിയിച്ചു. രാജാവ് രക്ഷപ്പെട്ടു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ന്യൂസ് ആരും അറിഞ്ഞില്ല, ഒരു പബ്ലിസിറ്റിയും ഉണ്ടായില്ല. പക്ഷേ ഈ വാക്യം ഉറപ്പിക്കാൻ ഞാൻ പറയുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം തരും. പറഞ്ഞാട്ടെ, എന്ത് തരും? അപ്പോൾ ഇതെല്ലാം രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. നീ ചെയ്യുന്ന ഏതു കാര്യവും രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും മൊർദെഖായി രഹസ്യത്തിൽ ചെയ്ത ആ നന്മ ആമൻ എല്ലാരും മറന്നു. മൊർദെഖായിയും മറന്നു, എസ്തേറും മറന്നു, ആമൻ പടയാളികളും മറന്നു, നാട്ടുകാരും മറന്നു. പക്ഷേ ബൈബിൾ പറയുന്നു ആ രാത്രിയിൽ രാജാവിന് ഉറക്കം കിട്ടിയില്ല. എല്ലാരും മറന്നാലും ചിലരെ ഉറക്കം കെടുത്തുന്നൊരു ദിവസമുണ്ട്. എല്ലാരും മറന്നാലും ചിലരെ ഉറക്കം കെടുത്താൻ ദൈവം ഇറങ്ങി വരും. കരമടിച്ച് ഉറക്ക സ്തോത്രം പറ. നീ ചെയ്യുന്ന എല്ലാ കാര്യവും രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പരിശുദ്ധമായി എന്നോട് പറയുന്നത് ഞാൻ നേരിട്ടങ്ങ് പറയുകയാണ്. രഹസ്യത്തിൽ നീ ചെയ്തത്, ആരും അറിയാതെ പോയത്, ഇതുവരെ പ്രതിഫലം കിട്ടാതെ പോയത്, ചില പാക്കേജുകൾ ഈ ദൂതിൻ്റെ മുമ്പിൽ നീ പോലും അറിയാതെ നിന്നിലേക്കും നിന്റെ തലമുറയിലേക്കും ദൈവം തരുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ച് സ്തോത്രം പറയുന്നവർക്ക് വേണ്ടി ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. ആരും അറിഞ്ഞില്ലല്ലോ, ആരും കണ്ടില്ലല്ലോ, ആരും കേട്ടില്ലല്ലോ, എനിക്കൊന്നും ലഭിച്ചല്ലോ ഓർത്ത് നീ ടെൻഷൻ പിടിക്കണ്ട. ദൈവം വിശ്വസ്ത. ഉറക്കം കൊടുക്കാതെ വന്നപ്പോ രാജാവ് പറയാൻ എൻ്റെ ഡെയിലി ഡയറി ഇങ്ങെടുത്ത് ദിനവൃത്താന്ത പുസ്തകം എല്ലാ രാജാക്കന്മാരുടെ കാലത്ത് അതാ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ഡെയിലി ഡയറിയുണ്ട്, ദിനവൃത്താന്ത പുസ്തകം. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. അവൻ തുറന്നപ്പോൾ വായിക്കാൻ വന്ന ആമേൻ ആ പടയാളി ആ സെർവന്റ് തുറന്നപ്പോൾ സൂക്ഷ്മ മൊർദെഖായിയുടെ ഭാഗം തുറന്നു വന്നേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം ചിലത് കറക്റ്റ് സമയത്ത് തുറപ്പിക്കും. ചില ഫയലുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറപ്പിക്കും. പെൻഡിങ് ആയ ചില നന്മകൾ ഇന്ന് പകൽ കറക്റ്റ് സമയത്ത് ദൈവം തുറപ്പിക്കും. നോ എന്ന് പറഞ്ഞ ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് യേസായി ദൈവം മാറ്റും. എല്ലാവരും ഇത്ര ശക്തിക്ക് ഇരുന്നാ പോരാ. ഇന്ന് പകൽക്കാലം നീ ഒന്ന് അഭിഷേകത്തോടെ ഇരിക്കണം. രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന്. ഓ ഓമേ, ഉറക്കെ സ്വന്തമായ നീ ചെയ്തതും നീ പറഞ്ഞതും കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും എല്ലാം രഹസ്യത്തിൽ. കറക്റ്റ് തുറന്നപ്പോൾ ഈ ഭാഗമാ വന്നിരിക്കുന്നത്. രാജാവ് ചോദിച്ചു, എന്നെ കൊല്ലാൻ ഓർഡർ ഇട്ട അവരെ
നമ്മൾ കൊന്നു എങ്കിലും ഇത് നമ്മളെ അറിയിച്ച മോർദെഖായിക്ക് എന്തേലും കൊടുത്തോ? അടിയിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താ പറ്റി? മറന്നുപോയി, ചെയ്യാൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ പെൻഡിങ് ആകുമ്പോൾ ഓർത്തോണം, അതിൻ്റെയൊക്കെ അപ്പുറത്തെ ഏറ്റവും ശ്രേഷ്ഠമായി മാനിക്കാനാ. രക്തം ജയമെടുക്കട്ടെ. നിനക്കിപ്പം കിട്ടിയാൽ അല്പമേ കിട്ടത്തുള്ളൂ. പക്ഷെ പെൻഡിങ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റിയും അതിൻ്റെ ഡബിളും ത്രിബിളും ചേർത്ത് നീ മാത്രമല്ല, നിന്റെ തലമുറയും കൊയ്യുന്നൊരു ദിവസം വരാൻ പോകുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോണം. നീ മാത്രമല്ല, നിന്റെ തലമുറയും കൊയ്യും. അർഹിക്കുന്ന നന്മകൾ കർത്താവിന് വേണ്ടി ചെയ്തതിന്, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ കിട്ടാതിരിക്കുന്ന ആരോ ഇതിനകത്തിരിപ്പുണ്ട്. നീ കൊടുത്തത് ആരും അറിഞ്ഞില്ല, നീ ചെയ്തത് ആരും അറിഞ്ഞില്ല. ഒരു കണക്ക് പുസ്തകത്തിനുമില്ല, ഒരു രസീതുമില്ല. എല്ലാവരും മറന്നു. മേടിച്ചവരും പോയി, കൊടുത്തവരും പോയി. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, രഹസ്യത്തിൽ കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അത് മാഞ്ഞു പോകത്തില്ല. ദൈവത്തിന്റെ കമ്പ്യൂട്ടറിൽ അത് മാഞ്ഞു പോകത്തില്ല. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ ആരെല്ലാം നോക്കിയാലും ആ നന്മ തടയത്തില്ല. പോരാ പോരാ, കൈയടിച്ച് ഉറക്കൊരു സ്തോത്രം പറഞ്ഞു. ഇന്ന് വർക്കാലം ദൈവത്തിന് നന്മകൾ നിന്നിലേക്ക് ദൈവം തരികയാണ്, യേശുവിന്റെ നാമത്തിൽ. എൻ്റെ വിഷയം രഹസ്യത്തിൽ കാണുന്ന ദൈവം പ്രതിഫലം തരും. എൻ്റെ കർത്താവെ പറഞ്ഞാൽ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല. യേശു പറഞ്ഞ കാര്യം അത്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് നീ പട്ടിണിയായിരിക്കും, ഇന്ന് വയറൊട്ടിയിരിക്കും, പേഴ്സ് കാലിയായിരിക്കും, ലോകത്തിന് മുമ്പിൽ നീ അപമാനിക്കപ്പെട്ട് കാണും, നിന്ദിക്കപ്പെട്ട് കാണും. ഇന്നത്തെ സാഹചര്യം നീ ഓർക്കണ്ട. ദൈവം നിനക്കൊരു ബെറ്റർ ഫ്യൂച്ചർ വെച്ചിട്ടുണ്ട്. നീ ഇത് കണ്ടിട്ടേ ഭൂമി ഇത് മാറ്റപ്പെടത്തുള്ളൂ. അത് നീ നന്മ നീ കണ്ടിട്ടേ ഇവിടുന്ന് മാറത്തുള്ളൂ. ഇന്ന് പകൽ വിശ്വസിച്ച് സ്വന്തം പറയുന്നവർക്ക് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, അത് നീ കണ്ടിട്ടേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തുള്ളൂ. ദൈവം നിനക്ക് വേണ്ടി ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട്. രഹസ്യത്തിൽ കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്തോത്രം. രാജാവ് രാവിലെ നേരം വിളിക്കുന്നതിന് പിന്നെ കാത്തിരുന്നു. രാജാവ് ചിലത് മനസ്സിൽ ഉറച്ചു. രഹസ്യത്തിൽ കാണുന്ന ദൈവം രാജാവിനെ കൊണ്ട് ഉറപ്പിച്ചു. രാവിലെ ഹാമാൻ നിൽക്കുകയാണ്, അകത്ത് വിളിപ്പിച്ചു. ഒറ്റ ചോദ്യമേ രാജാവ് ചോദിച്ചുള്ളൂ, രാജാവ് ബഹുമാനിക്കരുന്ന പുരുഷന് എന്തു ചെയ്യും? സ്തോത്രം. ഇന്നത്തെ എൻ്റെ ദൂത്, രാജാവ് ബഹുമാനിക്കാൻ സമയമായി. രാജാവ് ബഹുമാനിക്കാൻ സമയമായി. ആരെല്ലാം ഫയൽ അടച്ചു വച്ചാലും, ആരെല്ലാം ആഭിചാരം ചെയ്താലും, ആരെല്ലാം മന്ത്രവാദം ചെയ്താലും, ആരെല്ലാം നിന്നെ പൂട്ടിക്കെട്ടാൻ നോക്കിയാലും, ഡബിൾ പൂട്ടിട്ട് പൂട്ടിയാലും, ആമേൻ, ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവേശിച്ച് പറയുന്നു, ഇന്ന് നിന്റെ പൂട്ട് തുറക്കുന്ന ദിവസമാ. നാളുകളായി പൂട്ടിയിട്ട് ചില പൂട്ടുകൾ ഇന്ന് പകൽ
യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരിക. പാരമ്പര്യത്തിന്റെ പൂട്ടുകളിട്ട് പോരാ പോരാ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്. ഇന്ന് മകൻ നിന്റെ ദിവസമാ. കമ്പലപൗഡ് ചിലരിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരിക. നാളുകളായി കെട്ടിയ ചില കെട്ടുകൾ, ആമേൻ, പരിശുദ്ധ ഡബിൾ പൊട്ടിട്ട് പൊട്ടിയ ചില പൂട്ടുകൾ ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അഴികയില്ല, അത് കരിഞ്ഞു പോകുകയാണ്. ഇനി നിന്നെ പൊട്ടത്തില്ല, നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. ഓ, രക്തം ജയമെടുക്കട്ടെ. ഇന്നത്തെ ആരാധന നീ ഏറ്റെടുക്കണം. നീ വന്നത് വെറുതെ അല്ല. നിന്റെ മേൽ അഭിഷേകം ദൈവം കരുതിയിട്ടുണ്ട്. നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ് വിളിച്ചത്. കമ്പല ബൗഡ രക്ഷ ഹാമാൻ കഴുകുവരം ഉയർത്തുന്നതോ അതിൻ്റെ ഉയരം കൂട്ടുന്നതോ അവൻ നിനക്കെതിരെ പോരാടുന്നതോ ഒന്നും മൊർദെഖായിയെ നീ പേടിക്കണ്ട. നീ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ മതി. നീ പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നീ ഉപവസിക്കുന്ന പോലെ അങ്ങ് ഉപവസിച്ചാൽ മതി. രഹസ്യത്തിൽ കാണുന്ന ദൈവ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ എൻ്റെ വിഷയം രഹസ്യത്തിൽ കാണുന്ന ദൈവമാണ്. ആമേൻ. നീ പരസ്യമായി ചെയ്തതിന് രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും അറിയാതെ ചെയ്തതിന് രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. രാജാവിൻ്റെ വാഹനമൃഗം, രാജാവിൻ്റെ കിരീടം, രാജാവിൻ്റെ നന്മ. സ്തോത്രങ്ങൾ ശ്രദ്ധിക്കണേ. ആ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. രഹസ്യത്തില വിവരം അറിയിച്ച്. പക്ഷെ ഇപ്പം നാട്ടുകാരൻ നിന്ന് നിനക്ക് വേണ്ടി മൈക്ക് വെച്ച് പറയാൻ നീ അവസരം ഒരുക്കി. നീ തന്നെ പറഞ്ഞതിനേക്കാൾ എത്രയോ നല്ലതാ ദൈവം പറയിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. രാജാവ് ബഹുമാനിക്കരുത് പുരുഷനെ ഇങ്ങനെ ചെയ്യും. നീ രഹസ്യത്തിൽ ചെയ്താൽ ഒരു സമയമാകുമ്പോൾ പരസ്യമായി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കൈ ഉയർത്തി സ്തോത്രം വരാ. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചൊരു നന്ദി പറഞ്ഞാട്ടെ. എൻ്റെ ദൈവമേ, ഞങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്നതെല്ലാം പോരാ പോരാ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ആരോടൊക്കെ ദൈവം സംസാരിക്കുകയാണ്. നീ ആരും അറിയാതെ ചെയ്ത് ചിലതുണ്ട്, അത് മറന്നു പോയിട്ടില്ല, നോട്ട് ചെയ്തിട്ടുണ്ട്. ദൈവം അതിന്മേൽ ഇറങ്ങി വരും. രഹസ്യത്തിൽ കാണുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ഞാൻ പിതാക്കന്മാരൊക്കെ, നമ്മുടെ പിതാക്കന്മാരൊക്കെ രഹസ്യമായിട്ട് ചെയ്ത നന്മകൾ, അതൊക്കെ പരസ്യമായി ദൈവം തലമുറയെ മാനിച്ചു. പക്ഷെ ദുഃഖകരമായ കാര്യം, പരസ്യമായ തലമുറ മാനിച്ചപ്പോൾ ആ തലമുറ അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. നന്മ പ്രാപിക്കുന്നുണ്ട്, നന്മ കിട്ടി, പക്ഷെ പിതാക്കന്മാരെ ദൈവത്തെ മറന്നു പോവുക. എന്തും ചെയ്യാൻ മടിയില്ല. പിതാക്കന്മാർക്ക് അവർക്ക് അബദ്ധം പറ്റിപ്പോയെന്നാ ഇന്ന് പലരും പറയുന്നത്. ഞാൻ അപ്പനും അമ്മയ്ക്കും ഒക്കെ അബദ്ധം പറ്റി, അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു.
ഞങ്ങൾക്ക് ഇപ്പം എല്ലാം അറിയാമെന്ന് തരില്ല. അല്ല കുഞ്ഞ്, അവർ രഹസ്യത്തിൽ ചെയ്തതാണ് ദൈവം മാനിച്ചത്. ഒന്നില്ലായ്മയിൽ വയറും മുറുക്കി കൊടുത്തത്, ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തത്, ദൈവത്തിന് ഒന്നുമില്ലെങ്കിലും കയ്യിലുള്ളതൊക്കെ വാരി പതറി കൊടുത്തത്, ഇതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതും നീ പ്രവർത്തിച്ചതും എല്ലാം രഹസ്യത്തിൽ കാണുന്നൊരു ദൈവസ്വർഗത്തിലുണ്ട്. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന ഒന്നാമത്തെ കാര്യം, രഹസ്യത്തിൽ നീ ചെയ്യുന്ന ദാനധർമ്മങ്ങളെ നീ മറ്റുള്ളവർക്ക് വിളങ്ങാതെ ദൈവത്തിന് മാത്രം വിളങ്ങാൻ രഹസ്യത്തിൽ ചെയ്താൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാതെ നീ ചെയ്താൽ, നീ തൽക്കാലം മനുഷ്യരെ മാന്യത കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് വേണ്ടി അത് പരസ്യമായി നൽകിയിരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെയും തരും, അവിടെയും തരും. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, 5-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. രണ്ടാമത് യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, കൊടുക്കുമ്പോൾ രഹസ്യത്തിലായിരിക്കണം. അങ്ങനെ രഹസ്യത്തിൽ ചെയ്താൽ ദൈവം നിനക്ക് രഹസ്യത്തിൽ മാനിക്കുകയും നിന്നെ പരസ്യമായി ഉയർത്തുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. വളരെ പഠിക്കേണ്ട ഭാഗമാണ് ഈ പ്രാർത്ഥനയുടെ ഭാഗം. നമ്മളെ സാത്താൻ വളരെ എന്താ പറയേണ്ടത്, നമ്മളെ കളിപ്പിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്ന് ശരിയായി പഠിപ്പിച്ചത് കർത്താവാണ്. ഇതാരും ശ്രദ്ധിക്കാതെ പോകരുത്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ, അപ്പോൾ കപടഭക്തിയോട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, ആക്ട് ചെയ്യാം പ്രാർത്ഥിക്കുന്നത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ. അന്നത്തെ യഹൂദന്മാരെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയല്ല, അവർ റോഡ് സൈഡിൽ നമ്മൾ പരസ്യം നടത്തുന്ന പോലെ അവർ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് 4 പേര് എന്ത് ചെയ്യണം? അറിയണം. പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം, ചില കൺവെൻഷനും ചില യോഗങ്ങൾക്കും ചില കൂട്ടായ്മയ്ക്കും ചില സഭായോഗത്തിലും പ്രാർത്ഥിക്കാൻ, പരസ്യമായി പ്രാർത്ഥിക്കാൻ സമയം പറഞ്ഞില്ലെന്നും പറഞ്ഞ് വടക്കുണ്ടാക്കിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് അറിയാമോ? എനിക്കെന്നാ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? ഞാൻ എന്നാ കൊച്ചു പുള്ളിയാണോ? എന്നെ മൈൻഡ് ചെയ്തില്ല. പ്രാർത്ഥനയ്ക്കകത്ത് ഷൈൻ ചെയ്യാൻ നോക്കല്ലേ. ദൈവത്തിന് ഇഷ്ടം പരസ്യ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന് ഇഷ്ടം രഹസ്യ പ്രാർത്ഥനയാണ്. സ്തോത്രം പറഞ്ഞേ. സ്തോത്രമൊക്കെ ഇച്ചിരി കുറയുന്നുണ്ടെന്നൊരു സംശയം. കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏൽക്കുന്നുണ്ടെന്ന്. ഞാൻ പ്രാർത്ഥനക്കാരനാണ്, ഞാൻ പ്രാർത്ഥനക്കാരിയാണെന്ന് അറിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് പ്രാർത്ഥന, കപടഭക്തിയോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്. യഹൂദന്മാർ തെരുക്കോണുകളും റോഡുകളിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥിക്കുന്നവരാണെന്ന് നാട്ടുകാരെ അറിയിക്കാനാണ്. കർത്താവ് പറയാണ് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചുക്കും കിട്ടുമല്ലോ അർത്ഥം. പ്രതിഫലം കിട്ടിപ്പോയി നമ്മൾ വിചാരിക്കും ഒത്തിരി കിട്ടുമെന്ന്. അങ്ങനെയല്ല, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിഫലം ഇല്ല. അവരിവിടെ തന്നെ മനുഷ്യ മാന്യത എടുത്തു. അടുത്തത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് അപ്പൊ അവരങ്ങനെ ചെയ്യട്ടെ, നീ ചെയ്യണം. നീ എങ്ങനെ ചെയ്യണം പറഞ്ഞേ? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥിക്കുന്നത് എങ്ങനാ? പറഞ്ഞേ അറയിൽ കടക്കണം എന്ന് പറഞ്ഞാല് പ്രാർത്ഥനാ മുറിയിൽ കടക്കണം, പിന്നെ വാതിൽ അടയ്ക്കണം, മുട്ട മടക്കണം,
എന്നിട്ട് എന്ത് ചെയ്യണം? രഹസ്യത്തിലുള്ള പിതാവിനോട് എന്ത് ചെയ്യണം? രഹസ്യമായി പ്രാർത്ഥിക്കണം. മനസ്സിലായ പ്രാർത്ഥന എങ്ങനെയാണെന്ന്? യഹൂദന്മാരുടെ കാലത്തെ യഹൂദന്മാരുടെ ഭവനങ്ങളിലെ വീടിന്റെ മുകളിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ മുറികളുണ്ടായിരുന്നു. ഒരു മാളിക മുറിയെ പോലെ എല്ലാ വീടിന്റെ മേളിൽ പ്രേയർ റൂം ഉണ്ടായിരുന്നു. അവിടെ കയറി അവരെ ഏകാഗ്രതയ്ക്കും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി അവരുടെ സമയം ചിലവഴിക്കുമായിരുന്നു. പക്ഷേ ആരും ആ മുറി കയറുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യത്തില്ലായിരുന്നു. കാരണം അവിടെ കയറി രഹസ്യമായി പ്രാർത്ഥിച്ചാൽ ആരും എന്ത് ചെയ്യത്തില്ല? കാണത്തുമില്ല, കേൾക്കത്തുമില്ല, പ്രാർത്ഥിക്കുന്നതൊട്ട് അറിയത്തുമില്ല. ചില ആളുടെ സമയം, എൻ്റെ പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിച്ചങ്ങ് കുഴഞ്ഞു, പ്രാർത്ഥിച്ചങ്ങ് കഴിഞ്ഞു. ഇന്നലെ ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇന്നലെ ഞാൻ 3 മണിക്കൂർ ആരെങ്കിലും ചോദിച്ചോ പ്രാർത്ഥിച്ചോന്ന്? ചില ക്രിസ്തുക്കാരുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കാത്തവരെ കാണുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടോ? ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്ന അവർക്കൊരു പ്രാർത്ഥനയില്ല. നിന്റെ പ്രാർത്ഥന നിന്റെ അക്കൗണ്ടിൽ അങ്ങ് വെച്ചാൽ മതി. ഇന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ പോകണ്ട, അവരെ നീ അത് പറഞ്ഞ് കുറ്റം വിധിക്കാനും പോകണ്ട. അവരോരോ കാര്യം അവരോട് നോക്കിക്കോളും. പ്രാർത്ഥിക്കുന്നത് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചോണം. പക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനാന്ന് പറഞ്ഞു മറ്റുള്ളവരെ മേരി ചാർജ് ചെയ്യാൻ നോക്കരുത്. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തോട് ഞാൻ പേഴ്സണലായി സംസാരിക്കുകയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന ഏകാഗ്രമായിരിക്കണം. ആ പ്രാർത്ഥന കോൺഷ്യസ് ആയിരിക്കണം. ആ പ്രാർത്ഥന രഹസ്യമായിരിക്കണം. ഇന്ന് പകരം നിങ്ങളുടെ ആത്മാവ് പറയുന്നു, പ്രാർത്ഥന സീക്രട്ട് ആയിരിക്കണം. ഈ ആർമി ഫോഴ്സുകളിലൊക്കെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടുത്തെ ഇൻഫർമേഷൻസ് അവൻ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമെന്നുള്ളതുകൊണ്ട് അവർക്ക് ചില ടെക്നിക്കലായിട്ടുള്ള ചില സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾ അടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നത്? കൈമാറുന്നു. അത് അങ്ങേ തിരക്കിരിക്കുന്ന ആൾക്ക് അത് കിട്ടുമ്പോൾ മനസ്സിലാകും ഇന്നതാണ് ആ വന്ന മെസ്സേജിന്റെ അർത്ഥം. കാരണം പറഞ്ഞാൽ പോലും ന്യൂസ് എന്ത് ചെയ്യും? ഔട്ടാകും. ഇതുപോലെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആരും അറിയാതെ നിന്റെ വീടിന്റെ മുറിക്കകത്ത് കീറിയ പായാണെങ്കിലും ചോരുന്ന പരയാണെങ്കിലും അത് അടച്ചിട്ട് കൈകൾ ഉയർത്തി മേപ്പോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ രഹസ്യമായി വിട്ട സിമ്പലുകൾ, ആ തേങ്ങലുകൾ, ആ മോങ്കലുകൾ, ആ ദീർഘശ്വാസങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന രഹസ്യത്തിലുള്ള ഒരപ്പം നിനക്ക് സ്വർഗത്തിലുണ്ട്. ആർക്കും മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയേണ്ടത്. ഇന്ന് പൽക്കാലം ഒരു ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഒരു പ്രാർത്ഥന കെട്ടി ഇന്ന് പൽക്കാലം പൊട്ടുകയാണ്. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോഴും പഴയ നിയമത്തിൽ നിന്ന് ഓരോ കാര്യം എടുത്ത് പറയുമ്പോൾ നിനക്കത് മനസ്സിലാകും. രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ബാക്കി പറഞ്ഞേ പറ. അവൻ നേരത്തെ ചെയ്തു വന്നതുപോലെ അടുത്തത് യെരുശലേമിന് നേരെയുള്ള കിളിവാല് തുറന്നിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നെ സിംഹക്കുഴിയിടാൻ പോന്നു, എൻ്റെ ജീവൻ അവതാളത്തിലാണ്, എന്നെ രക്ഷിക്കണേ എന്നൊന്നുമല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ നേരത്തെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന ലെവലുണ്ട്, ആ ലെവലിൽ നിൽക്കുക. ശ്രദ്ധിച്ചു കേട്ടോടെ. പ്രാർത്ഥിക്കുന്നവന് ഒരു പ്രാർത്ഥനയുടെ മണ്ഡലമുണ്ട്. ആ മണ്ഡലം അവനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് പകൽ പ്രാർത്ഥനാ മണ്ഡലം വാചമടിക്കുന്നവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന ഭാവിച്ച് നടക്കുന്നവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളിൽ കയറണം. അവിടെ ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളുള്ളവരുണ്ട്. ഞങ്ങൾ പറയാം, ഈ പ്രാർത്ഥന മണ്ഡലങ്ങളിൽ പ്രാർത്ഥിച്ച് ഉയരുന്നവരുടെ പ്രാർത്ഥന കേട്ടാൽ അറിയാം, സത്യമായിട്ടും അറിയാം.
അവരെ പ്രാർത്ഥന വാക്ക് ഓരോ വാക്ക് കേട്ടാൽ നമുക്ക് റീഡ് ചെയ്യാം ഇവൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന്, ഇവള് പ്രാർത്ഥിക്കുന്നവനാണെന്ന്. ഷോ അല്ലെന്ന്. ചില ഷോയ കരുണാസമ്പന്നനായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശത്തെ ഭൂമിയായി സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വരാൻ യാതൊരു യോഗ്യത ഇല്ലായിരുന്നു. എന്നാ ദൈവമേ നീ ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ ദൈവത്തെ അങ്ങോട്ട് ഗ്രാമർ പഠിപ്പിക്കാൻ പോകണ്ട, നീ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പോകണ്ട. ഒരു കുഞ്ഞിന് അപ്പം വേണമെങ്കിൽ, ആ കുഞ്ഞിന് എന്തേലും വേണമെങ്കിൽ അമ്മേ എന്ന് വിളിക്കുമ്പോഴേ അപ്പൻ അറിയാം എന്ത് വേണമെന്ന്. നിന്റെ കണ്ണുനീർ ഒപ്പുന്നവരെ എന്റെ ദൈവം, ലാസറുടെ കല്ലറ വാതിൽക്കൽ വന്ന് കരഞ്ഞവരെ എന്റെ ദൈവം. ഓ, ഇന്ന് പലക്കാലം നിന്റെ അകത്തേക്ക് പ്രാർത്ഥന ഇടിച്ചു കയറട്ടെ, പ്രാർത്ഥന ശക്തി ഇടിച്ചു കയറട്ടെ. ചിലരെ ആയി തുടങ്ങിയാൽ ആയില്ലാണ് പ്രാർത്ഥന. അഖിലാണ്ട് സൃഷ്ടിതാവായ ആദ്യനായ അങ്ങ് തുടങ്ങുക. ചില മായി തുടങ്ങിയ മായിലേ നിർത്തത്തുള്ളൂ. അങ്ങനെ ചില പ്രാസംഗികന്മാരും ഉണ്ട്. അവർ വലിയ ആനയാണ് കാണിക്കാൻ വേണ്ടിയുള്ള ചില ഭാഷാ അഭ്യാസ പ്രകടനങ്ങൾ. നിന്റെ അഭ്യാസം ഇവിടെ വേണ്ട. ഇത് ദൈവത്തിന്റെ സന്നിധിയാണ്. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തോട് നീ ഏത് ഭാഷ പറഞ്ഞാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവമുണ്ടെന്ന് കയ്യിൽ ചോദിക്കുന്ന സ്വാതന്ത്ര്യം പറ. ആ ദൈവത്തെ നീ ഒന്ന് ആശ്രയിക്കേ. ദാനിയേല് തന്റെ പ്രാർത്ഥനാമുറി കയറി അവനെ ദിവസം ചെയ്ത് വന്നതുപോലെ അവൻ വാതിലടച്ചാ പ്രാർത്ഥിക്കുന്നു. പക്ഷേ യെരൂശലേമിന് നേരെ കിളിവാള തുറന്നിട്ട് നാട്ടുകാരെ കാണാനല്ല, അവിടെ ദർശനമാണ്. അവൻ്റെ അപ്പന്മാരുടെ കല്ലറകളുള്ള സ്ഥലം അവിടെ ബന്ധിക്കപ്പെട്ട് കെട്ടിക്കിടക്കുകയാണ്. ഒരു മോചനം ഉണ്ടാകാൻ കൈ ചൂണ്ടി പ്രാർത്ഥിക്കുക. നീ എങ്ങോട്ട് കൈ ചൂണ്ടുന്നോ അവിടെ ഒരു വിടുതൽ ദൈവം തരും. നീ ഏത് ദർശനത്തോടെ പ്രാർത്ഥിക്കുന്നോ അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്യും. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന മുറിക്കാത്ത നിനക്ക് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. യെസ്, അച്ഛനെ കെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറക്കാനോ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കെട്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. 10 12 ആമേൻ ചരട് വെച്ച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആരെ നടുവിൽ അത് കരിഞ്ഞു പോകുന്ന കാഴ്ച ആത്മാവിൽ കാണുകയാണ്. ആമേൻ. റിലീസ് 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. അഴിഞ്ഞു മാറട്ടെ. റീബലബൗടെ കമ്പലബൗടെ ജാലക്കാല റപ്പപ്പാറ റമ്പൽ ബൗഡി ജാലബലക്ഷ സത്തലതാല കമ്പല ബൗഡി. രക്തം 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്തിനേം കണ്ട ചാടി വീഴുന്ന സിംഹത്തിന്റെ വാ പ്രാർത്ഥനാമുറിയിൽ ദാനിയേല് പൂട്ടിട്ടാ പോയത്. രാജാവിനോട് റെക്കമെൻഡ് ചെയ്തില്ല എന്നെ രക്ഷിക്കണേ, വേറെ കമ്മിറ്റിക്കാരോടും പറഞ്ഞില്ല എന്നെ സഹായിക്കണേ. പ്രാർത്ഥനാമുറിയിൽ അവൻ സിംഹത്തിന്റെ വാ കെട്ടി. മനസ്സിലായോ? പ്രാർത്ഥനാമുറി ചിലതിന്റെ വാ കെട്ടാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഓ, നിനക്കെതിരെ അപവാദം പറയുന്നതിന് വാ നിനക്ക് പ്രാർത്ഥനാമുറി കെട്ടാം. നീ 1000 പ്രാവശ്യം പറഞ്ഞ് നീ അതിന് പുറകെ നടക്കണ്ടെന്ന്. നീ പ്രാർത്ഥനാമുറി രഹസ്യത്തിൽ കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൈവം നിന്നെ മാറിക്കും. നിനക്ക് കെട്ടാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ദാനിയേൽ എന്നാന്നറിയാമോ? പേടിച്ച് ഭയപ്പെട്ട് സിംഹക്കുഴിയോട് പോകാൻ ഞെളിവരി കൊള്ളാതിരുന്ന എന്തറിയാമോ?
ആ പ്രാർത്ഥനാ മുറി കെട്ടിയിട്ടാ പോയത്. ഇവിടെ കെട്ടിയാൽ അവിടെ കെട്ടും, ഇവിടെ അഴിച്ചാൽ അവിടെ അഴിക്കും. അതവൻ അറിയാം. ആമേൻ. രഹസ്യത്തിൽ കാണുന്നൊരു പിതാവിനോട് രഹസ്യമുറി കയറി രഹസ്യമായി പ്രാർത്ഥിച്ചാൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയാം. സിംഹത്തിൻ്റെ വായ അവൻ പൂട്ടി ടേപ്പ് വെച്ച് ഒട്ടിച്ചതുപോലെ മണം പിടിച്ച തകർക്കുന്ന സിംഹം ദാനിയേലിന് ആമേൻ നല്ല കമ്പിളിയുടെ ആമേൻ പുതപ്പായി മാറി. ആമേൻ. തണുപ്പുള്ള രാജ്യത്തെ സിംഹത്തിൻ്റെ കുഞ്ചിരോമങ്ങൾ കൊണ്ട് ദാനിയേലിനെ പൊതിഞ്ഞു. അവർ പറഞ്ഞു, അച്ചാച്ച ഉറങ്ങിക്കോ, ഞങ്ങൾ കൂടുണ്ട്, അച്ചാച്ചനെ ഞങ്ങൾ തൊടത്തില്ല. ആരാ അതിൻ്റെ പുറകെ പ്രവർത്തിച്ചത്? രഹസ്യത്തിൽ കാണുന്ന ദൈവം. ഇന്ന് പകൽ നിനക്ക് വേണ്ടി രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മാവിൽ ആമേൻ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം. പർഷ്യൻ TV ചാനലിലെ ദേവദാസന്മാരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് 30 ദേവദാസന്മാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അവരുടെ പേഴ്സണൽ ലൈഫെ, അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ, വന്ന വഴികൾ എന്ന പേരിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറഞ്ഞു. അതിൽ ഒരു ദേവദാസൻ പറഞ്ഞൊരു ഭാഗം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞാൻ 9 മുതൽ ഉള്ള സമയം എൻ്റെ പ്രാർത്ഥനാ സമയമാണ്. ഞാൻ പ്രാർത്ഥനാ മുറി കയറിയാൽ പിന്നെ വേറെ ഒന്നും ഞാൻ ഓർക്കത്തില്ല. ഞാൻ വേറൊരു അന്തരീക്ഷത്തിൽ, വേറെ ലെവലിലാണ്. എൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് 9 മണി കഴിഞ്ഞ് ഗസ്റ്റോ ആരെങ്കിലും വിട്ടു വരികയോ നേരത്തെ വന്ന ഗസ്റ്റ് 9 കഴിഞ്ഞ് പോകാതിരിക്കുകയോ ചെയ്താൽ എനിക്കത് ഭയങ്കര ഭാരമാണ്. ഒരു പോന്തനം വരെ എനിക്കൊരു ടെൻഷനാണ്. ഒരു പോന്തനം വരെ ഞാൻ അസ്വസ്ഥനാണ്. കാരണം ഓരോ മിനിറ്റും കഴിയും തോറും എൻ്റെ പ്രാർത്ഥന അവരെ കവർന്നെടുക്കുകയാണെന്നൊരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് വില കൊടുത്തും എൻ്റെ പ്രാർത്ഥനയുടെ സമയം ഞാൻ കളയത്തില്ല. എനിക്കത് പ്രാർത്ഥിച്ചേ പറ്റൂ. അതാണ് എൻ്റെ ശുശ്രൂഷയുടെ വിജയം. നമ്മളാണെങ്കിൽ പ്രാർത്ഥന സമയത്ത് ഗസ്റ്റ് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഒരാളെ അയക്കണേ, ഇന്ന് എനിക്കത് ഇന്നലെ പ്രാർത്ഥിക്കാൻ സമയമില്ല, നീ ആരല്ലേ അയക്കണേ. അത് നമുക്കൊരു എൻജോയ്മെൻ്റാണ്, നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ പ്രാർത്ഥന ഭാരമുള്ളവൻ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് വാതിൽ അടച്ചിരിക്കെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ രഹസ്യത്തിൽ കാണുന്നൊരു ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സഹോദരൻ പറഞ്ഞാട്ടെ. അപ്പൊ ഇവിടെ പറയാണ്, 6-ാമത്തെ അധ്യായം പറയാണ്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. അടുത്ത് പറയുന്നത്, അടുത്തത് രഹസ്യത്തിൽ കാണുന്ന നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞത് രഹസ്യത്തിൽ ചെയ്ത ദാനധർമ്മമാണ്. ഇപ്പോൾ പറയുന്നത് രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. അടുത്തത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. അടുത്തത്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ദാനധർമ്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും എന്തോ പറഞ്ഞു? രഹസ്യത്തിൽ കാണുന്ന ദൈവം തരും. എപ്പോൾ? രഹസ്യത്തിൽ കൊടുത്താൽ. ഇപ്പം പറയാണ്, നീ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ, അതിന്റെ വെയിറ്റ് എടുക്കാതിരുന്നാൽ, നാട്ടുകാരെ അറിയിക്കാതിരുന്നാൽ, നീ ഒറ്റയ്ക്ക് ദൈവവുമായി സംസാരിച്ചാൽ രഹസ്യത്തിലുള്ള ദൈവം നിനക്ക് എന്ത് തരും? ഉറക്കെ പറ, ശബ്ദമുയർത്തി പറഞ്ഞേ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ മുറിക്കകത്ത് കയറുന്ന ഒരുവൻ അതിന് പ്രതിഫലമില്ലാതെ മടങ്ങി വരത്തില്ല. വീണ്ടും ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ആരെയും കാണിക്കാതെ, ഷോ കാണിക്കാതെ, പ്രാർത്ഥിക്കാനുള്ള ഭാരത്തോടുകൂടെ പ്രാർത്ഥനാ മുറിയിൽ കയറുന്ന നീ ചില മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നീ അല്ലാതായി മാറും. നിന്റെ കയ്യിൽ മറുപടി വന്നില്ലെങ്കിലും ഞാൻ ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരിക്കും.
കൈയടിച്ചുറക്ക സ്തോത്രം പറ. ആമേൻ. വിഷയം തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. ബാക്കി കേൾക്കണ്ടായോ? കേൾക്കണം അല്ലേ? അടുത്ത ആഴ്ച കേൾക്കാം. നമുക്ക് ഇന്നത്തെ സമയത്ത് ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് അല്പം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പന ചെയ്യരുത്. ചിലരങ്ങ് പിടിവാശിയോടെ പറയുന്നത്, കിട്ടിയോ തരണം കിട്ടോ കർത്താവേ തന്നു. ചില പറഞ്ഞു ഞാൻ പിടിച്ചു വാങ്ങിച്ചു. ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നത് പലതും ദുഃഖമായിട്ട് മാറും കേട്ടോ. ഒരു സഹോദരന്റെ പ്രാർത്ഥന എഴുതി വെക്കുന്ന ഒരു ഡയറി ഒരിക്കൽ കണ്ടു. മേശപ്പത്തെ കഥ ചുമ്മാ തുറന്നു നോക്കിയപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതിക്കുന്നറിയോ? എൻ്റെ മോൻ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോൻ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോൻ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോൻ അമേരിക്ക. 120 പേജ് എഴുതി വെച്ചിരിക്കുക. എൻ്റെ മോനെ എന്ത് ചെയ്യണം? അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോളെ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോളെ ഇതേ ഉള്ളു പ്രാർത്ഥന. പക്ഷേ എൻ്റെ മോൻ അമേരിക്കയ്ക്ക് പോകണം, എൻ്റെ മോളെ അമേരിക്കയ്ക്ക്. എൻ്റെ മോള് പരിശുദ്ധാത്മാവാണെന്ന് നേരം എപ്പോഴും എഴുതി വെച്ചതെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആ പുസ്തകം വെച്ചൊരു ഉമ്മ കൊടുത്തതിന്. അമേരിക്കയ്ക്ക് പോകണമെന്ന്. എടാ ദൈവത്തിന് ഹിതമുണ്ടെ വിടുവെന്ന്. എടാ തലമുറ ദൈവമാണ് തന്നെങ്കിൽ തലമുറ ഏത് രാജ്യത്ത് വേണമെന്ന് ദൈവത്തിന് അറിയാം. വായിരിയവൻ എടതാൻ ശക്തനാ. ഗൾഫിൽ വിടാൻ ദൈവത്തിന് കഴിയും, UK വിടാൻ ദൈവത്തിന് കഴിയും, ഓസ്ട്രേലിയ വിടാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിന്റെ പദ്ധതിയാ. ജൽപ്പനം ചെയ്യരുത്, പിടിവാശി പിടിച്ച് പ്രാർത്ഥിക്കരുത്. ഇത് വളരെ ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. സ്തോത്രം. അടുത്തതാണ് ഏറ്റവും രസം. ആമേൻ. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അധികം വാചകം അടിച്ചാൽ കിട്ടുമെന്നാണ് അവർക്കൊരു തോന്നല്. എൻ്റെ ദൈവമേ, കർത്താവ് നമ്മുടെ തോന്നലൊക്കെ നേരത്തെ അറിഞ്ഞ് ബൈബിൾ എഴുതി വെച്ചല്ലോ അച്ഛാ. അതൊരു വലിയ കാര്യം തന്നെ. ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറയും. നമ്മളെ ഒക്കെ ഞാൻ സാധനം നമ്മളെ വിറ്റ പൈസ ദൈവത്തിന് കയ്യിലുണ്ട്. നമ്മളെ എന്നാ ചിന്തിക്കുന്നു അതിൻ്റെ 10 ഇരട്ടി കാര്യം ദൈവം നേരത്തെ എഴുതി വെച്ചിരിക്കുക. അതിഭാഷണത്തെ അധികം വാചകം വിറ്റ് ചെയ്ത കാര്യം സാധിക്കുമെന്നാണ് അവർക്ക് തോന്നുന്നത്. ആർക്കാ? ഏലിയമ്മയ്ക്ക്, ആർക്കാ? മറിയാമ്മയ്ക്ക്, ആർക്കാ? രാജുവിനെ തോന്നുക. ഒത്തിരി വാചകം പഠിച്ചേക്കൂടെ ചുമ്മാതാ, ഒന്നും കിട്ടത്തില്ല. അവർക്ക് അങ്ങനെ തോന്നുക. അടുത്ത വായിച്ച് അവരോട് തുല്യരാകരുത്. നിങ്ങൾ അവരെ പോലെ വേറെ ഹോപ്പ്ലെസ് ആകരുത്. എന്താ പറയാ? നിങ്ങൾ അവരെ പോലെ ആകില്ല പ്ലീസ്. ഞാനും പറയാം, ഞാൻ ഉൾപ്പെടെ നിങ്ങളാരും അവരെ പോലെ ആകല്ലേ. അധികം വാചകം വിട്ട് ചെയ്തിട്ടോ അധികം ഷോ കാണിച്ചോണ്ടൊന്നും കുഞ്ഞ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതിന് രീതിയും ക്രമമുണ്ട്. ആ ക്രമത്തിൽ പോയാൽ മതി. അടുത്ത കാര്യം കേട്ടെ, അടുത്ത വായിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുക. എന്നാ വാക്യം അത്? നിങ്ങൾക്ക് വല്ല പിടി കിട്ടുന്നുണ്ടോ? ഇത് തന്നെ ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാറുണ്ട്. എന്താ നിങ്ങൾക്ക് ഒന്ന് പറ, എന്റെ പൊന്നെ ഒന്ന് പറ. ഞാൻ പറഞ്ഞു എന്റെ തൊണ്ടയെല്ലാം പോയി. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അയ്യോ, ഒരു സ്വത്തം പറയാനുണ്ടോ? അമ്മാമ്മയുടെ പ്രാർത്ഥന കേട്ടാത്തൊന്നും ദൈവം ഒന്നും അറിയാത്തൊരു പൊട്ടനാ. ഞാനങ്ങ് പറഞ്ഞുകൊണ്ടാ ദൈവം കൊണ്ട് കയറി വന്ന് പ്രവർത്തിച്ച്. എൻ്റെ പൊന്നെ, നീ അറിയുന്നതിന് മുമ്പേ എല്ലാം അറിയുന്നവനെ എൻ്റെ ദൈവം. കൈയടിച്ച് ഉറക്കെ സ്വതം പറ. നീ അറിയുന്നതിന് മുമ്പ്, നീ പറയുന്നതിന് മുമ്പ് നിനക്കുള്ളതെല്ലാം അറിയുന്ന ഒരു വലിയ ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്? അതൊന്നുകൂടെ വായിച്ച മോളെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. കേട്ടോ? പ്രസന്റിൽ ഇന്ന് വന്ന് എല്ലാവരുടെയും ഒറ്റക്കെട്ടായി പറയുന്നു, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെന്ന് എല്ലാം അറിയുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വേണ്ടി അമ്മയും അമ്മയുടെ വീട്ടുകാരും ഇവിടെ കരുതി വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിന് വേണ്ട പാമ്പർ, ആ കുഞ്ഞിന് വേണ്ട ഷീറ്റ്, ആ കുഞ്ഞിന് വേണ്ട ഡയപ്പർ, ആ കുഞ്ഞിന് വേണ്ട തൊട്ടി, ആ കുഞ്ഞിന് വേണ്ട എല്ലാ ഡ്രസ്സും, പ്രായത്തിനനുസരിച്ച ഡ്രസ്സ്,
പ്രായത്തിനനുസരിച്ചുള്ള നന്മകൾ എല്ലാം അമ്മ അപ്പൻ ഒരുക്കി വെച്ചിട്ടാ കുഞ്ഞിനെ സ്വീകരിക്കാനിരിക്കുന്നത്. ഇവിടെ ജനിച്ച് വീഴുന്ന കുഞ്ഞിന് വേണ്ടി ഒരപ്പനും അമ്മയും കരുതി വെക്കുമെങ്കിൽ നിനക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് മകൾ ചിന്തിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോമെന്ന് പറഞ്ഞു, ഡാഡി നാളെ ഫീസ് കൊടുക്കേണ്ട ദിവസമാ, നാളെ 1000 രൂപ ഫീസ് കൊടുക്കണം. ഉടനെ ഏതേലും അപ്പം പറയാമോ, പോടാ എൻ്റെ കയ്യിലെങ്കിലും പൈസയില്ല, തരാനൊക്കത്തില്ല എന്ന് പറയുമോ? ആ ഫീസ് അന്നാ കൊടുക്കണ്ടേന്ന് അപ്പന് നേരത്തെ അറിയാം. അപ്പനത് കരുതി വെച്ചിട്ടുണ്ട്. മോൻ ചോദിക്കാൻ നോക്കിയിരിക്കുക. അവൻ ക്വാർട്ടർ ഫീസ്, ഇയർലി ഫീസ്, അവൻ്റെ യൂണിഫോം, അവൻ്റെ ടൈ, അവൻ്റെ ഷൂ, അവൻ്റെ വണ്ടി, അവൻ്റെ എല്ലാ പരിപാടിയും അപ്പൻ കരുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മോന് വേണ്ടി ഒരപ്പൻ എല്ലാം കരുതുമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി സകലതും 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 കരുതുമെന്ന് ഇന്ന് ബലി വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഉറക്കെ സ്വന്തം പറ, എനിക്ക് വേണ്ടി. പോരാ പോരാ പോരാ. ജീസസ്. ആൻറ്റി വല്ലതും മനസ്സിലായോ? എല്ലാം പിടികിട്ടിയോ? ഇല്ലല്ലേ? പിന്നെ വായും പൊളിച്ചിരിക്കുവാണോ? ഒന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലല്ലേ? രഹസ്യത്തെക്കാളൊരു പിതാവുണ്ടെന്ന്, രഹസ്യത്തെ അറിയുന്നൊരു ദൈവമുണ്ടെന്ന്. നീ രഹസ്യമേ കരഞ്ഞതല്ല, കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഇന്ന് ദൈവത്തിൻ്റെ മുമ്പ് കണ്ണുകൾ നിറയാതെ എനിക്ക് പറഞ്ഞു നിർത്താനൊക്കത്തില്ല. നീ രഹസ്യമായി കാണുമ്പോൾ രഹസ്യമായി അറിയുന്നൊരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട്. ഒരു നന്മ ഉണ്ടാകത്തില്ലെന്ന്, വഴി തുറക്കത്തില്ലെന്ന്, ഭാവി ഗതി പിള്ളേരെ കെട്ടിക്കത്തില്ലെന്ന്, പഠിക്കത്തില്ല, വിദേശത്ത് പോകത്തില്ലെന്ന്, നീ ഒരു വീട് വെക്കത്തില്ല, കാര്യം മേടിക്കത്തില്ല, ജോലി കിട്ടത്തില്ലെന്ന് എഴുതി തള്ളിയവ നിന്റെ പെരയ്ക്കകത്തുണ്ട്, നിന്റെ വീട്ടുകാരുണ്ട്. അവരുടെ മുമ്പിൽ നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് തല കുനിയാതെ നിന്നെ ജയത്തോടെ നടത്തിയ ദൈവത്തിന് മുമ്പിൽ ഇന്ന് പകൽ നീ പറയണം, എനിക്ക് വേണ്ടി രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും, രക്തം ചെയ്യും. രഹസ്യത്തിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. എവിടെയൊക്കെ ദൈവം ചില ചെയ്തിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കണ്ട, കെട്ടുപൊട്ടിയിട്ടുണ്ട്. പരസ്യമാക്കണ്ട, രഹസ്യമായിരുന്നാൽ മതി. നിന്റെ ശ്വാസം അളക്കുന്ന, നിന്റെ ഓക്സിജൻ ലെവൽ അളക്കുന്ന, നിന്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ അളക്കുന്ന, നിന്റെ ഷുഗർ അളക്കുന്ന, പ്രഷർ അളക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ എത്ര ഓക്സിജൻ നിന്റെ ബ്ലഡിലുണ്ടെന്ന് അറിയാവുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അത് എല്ലാം കണ്ടുപിടിക്കാൻ ബുദ്ധി കൊടുത്ത മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ ദീർഘശ്വാസം അറിഞ്ഞ് അതിനകത്തെ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നതെന്ന് ഇന്ന് പൽക്കാലം ഓർത്തോണം. ആ ദൈവം നിനക്ക് ഇന്നത് എന്ത് വേണമെന്ന് അറിയുന്നുണ്ട്. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്.